വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെല്ലാവരും പാർലറിൽ പോയിട്ട് പൈസ കളഞ്ഞ് നമ്മൾ ത്രെഡൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പലതും ശരിയാവില്ല, പലരുടെയും ശരിയാവും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ പോയി വരാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഹെയർ റിമൂവർ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. ഫേഷ്യൽ ഹെയർ റിമൂവർ, അതുപോലെ തന്നെ ഐബ്രോൻ്റെയൊക്കെ ഹെയർ റിമൂവർ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആമസോണിൽ തപ്പിയപ്പോൾ 299 രൂപയ്ക്കൊരു ഹെയർ റിമൂവർ കിട്ടി കേട്ടോ. അപ്പം ഞാൻ 2 മാസമായിട്ട് അതുകൊണ്ട് ഞാനൊന്ന് ഐബ്രോ ഒന്ന് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയറും ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കളയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. സംഭവം ഇതാണ് കേട്ടോ. ബ്ലേവൽസിൻ്റെ ബാറ്ററി ഓപ്പറേറ്റഡ് ഐബ്രോ ട്രിമ്മർ ഷേവർ ഫോർ ലേഡീസ് ആണ്. ഐബ്രോ ട്രിമ്മർ ഒക്കെയുള്ള സംഭവമാണ് കേട്ടോ. ഇതിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഷേവ് ചെയ്യാനുള്ള ഒരു സംഭവം, അതായത് ഫേഷ്യൽ ഹെയർ ഷേവ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഐബ്രോ ഒന്ന് ട്രിം ചെയ്യാനുള്ള സാധനവും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചാർജറും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ അതാ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇതിൻ്റെ ഉള്ളിൽ തരുന്നുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതെ വന്നിട്ട് ഇങ്ങനെയാണ് സംഭവം വരിക. കണ്ടോ, അടിപൊളിയാണ് കേട്ടോ, എനിക്കിഷ്ടമായി. ഞാൻ ഇപ്പോൾ 2 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ചാർജ് ചെയ്യാനുള്ളൊരു സംഭവം ഇതിലാണ്. നമ്മുടെ പണ്ടത്തെ ഫോണിൻ്റെ ചാർജറൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ചാർജറിൻ്റെ ആ ഒരു കേബിളാണ്. അത് ഇവരിതിനോടൊപ്പം തരും. എൻ്റെ എവിടെയോ കാണാതെ പോയി, അപ്പോൾ ഞാനത് കാരണമാണ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സൗണ്ട് വരുന്നുണ്ടോ, ഇന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫേഷ്യൽ ഹെയർ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് കളയാനായിട്ട് ഈസി ആയിട്ട് പറ്റും കേട്ടോ. ഇത്തിരി എളുപ്പത്തിലാണെന്ന് അറിയാം. ഞാൻ സംഭവം ഓൾറെഡി ചെയ്തു. പിന്നെ എനിക്ക് ഫേഷ്യൽ ഹെയർ അങ്ങനെ അങ്ങോട്ട് ഇല്ല. പിന്നെ നമുക്ക് എവിടെയാണ് ഹെയർ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് വളർച്ചയുടെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ട്രിം ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കിത് ഈ സംഭവം ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കളയാനായിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹെയർ ഉണ്ട്, കണ്ടോ, കാണുന്നുണ്ടോ, കണ്ടോ, കുറച്ച് ഹെയർ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു, അത് വൃത്തിയാക്കാനും എല്ലാത്തിനും കൂടിയിട്ടുള്ള അതിൻ്റെ ഉള്ളിലൊരു ബ്രഷും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സംഭവം കണ്ടോ, മുടി പോരുന്നുണ്ടോ, അത്യാവശ്യത്തിന് മുടി ഉണ്ടായിരുന്നു കുറച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. ഷേവ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഇങ്ങനത്തെ റൗണ്ട് തന്നെ ഉള്ളത് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എനിക്കിഷ്ടമായി, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ സംഭവം പൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നമുക്കിങ്ങനെ എന്താ പറയുക, ഫേഷ്യൽ ഹെയർ ഒക്കെ കുറേ ഉള്ളവർ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ മീശയൊക്കെ വരുന്ന കുറേ പേരുണ്ടല്ലോ, ഹോർമോൺ ചേഞ്ച് കാരണം. അപ്പോൾ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുള്ളായിട്ട് ഈ സംഭവം പറ്റും കേട്ടോ. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് ഈ സംഭവം ഊരിയ എന്നിട്ട് നമ്മുടെ ഐബ്രോ ട്രിം ചെയ്യാനുള്ള ഇങ്ങനത്തെ ഒരു കൂർത്ത സംഭവമാണ് ഉള്ളത് കേട്ടോ. നിങ്ങൾ പേടിക്കാൻ വേണ്ട. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ പെട്ടെന്ന് ഞാൻ മുടിയെല്ലാം പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പോവില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏത് ഭാഗത്താണ് കൂടുതൽ ഹെയർ ഉള്ളത് അവിടെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ഒരു സംഭവം പോകും കേട്ടോ. ഹെയറുള്ള സ്ഥലം ഇല്ല, കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അതാണ് കാര്യം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ ഐബ്രോ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. നല്ലൊരു തെളിച്ചം വന്നതുപോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ കുറച്ചാളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചാർജ് ചെയ്യാം. ഇവിടെ ഹെയർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈസി ആയിട്ട് കണ്ടോ, പോയത് കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അതിൻ്റെ വാലായിരുന്നു എന്ന് തോന്നുന്നു. ഇന്നലെ സാരില്ലേ കാണിച്ചു തരാനല്ലേ, വളരുമല്ലോ കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇത് കളയാനായിട്ട് പറ്റും കേട്ടോ. മൂക്കിൻ്റെ ഇവിടുത്തെ ആയാലും ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഹെയർ കളയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വൃത്തിയാക്കാനും സിമ്പിളായിട്ട് പറ്റും കേട്ടോ. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആമസോണിൽ ഞാൻ പറഞ്ഞ പോലെ 299 രൂപയ്ക്കാണ് ഈ സംഭവം കിട്ടുക. പിന്നെ ഡെലിവറി ചാർജ് വേറെ ഉണ്ടാവും എക്സ്ട്രാ. പിന്നെ എന്താ ഓഫറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ പറയുക 250 രൂപയ്ക്കും കാര്യങ്ങളൊക്കെ കിട്ടും. വേറെ ഏതെങ്കിലും ആമസോൺ അല്ലാണ്ട് ഫ്ലിപ്കാർട്ടിലോ ഡെലിവറി ചാർജ് ഇല്ലാതെ കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. ആമസോണിൽ ഡെലിവറി ചാർജ് ഭയങ്കര കൂടുതലാണേ. എനിക്ക് തീരെ പറ്റുന്നില്ല. ആമസോൺ ഓരോ ഐറ്റത്തിനും ഓരോരോ ഡെലിവറി ചാർജായിട്ട് ആമസോൺ കൊടുക്കുന്നത്. പക്ഷേ ഐറ്റം കുഴപ്പമില്ല, ഐറ്റങ്ങൾ അതിനൊക്കെ റേറ്റ് കുറവുണ്ട്. പക്ഷേ എല്ലാത്തിലും ഫ്ലിപ്കാർട്ടിലായാലും എല്ലാത്തിലും ഓരോ റേറ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ ആമസോണിൽ എനിക്ക് പൊതുവിൽ ഇപ്പോൾ മേടിക്കുന്നത് തീരെ ഇഷ്ടമില്ല. ഭയങ്കരമായിട്ട് ഡെലിവറി ചാർജ് എടുക്കുന്ന പോലെ തോന്നുന്നു എനിക്ക് ആമസോണിൽ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഈ സംഭവം വാങ്ങിച്ചതിൻ്റെ കൂടെ ഒരു ബ്രഷ് ഉണ്ട്, അതുപോലെ ചാർജർ ഉണ്ട്, എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പുറത്ത് പോയി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അങ്ങനെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രിം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സംഭവം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കുക, അതാണ് മെയിൻ കാര്യം. ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം ചെയ്യാം നമുക്ക്. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം.
ഈ സംഭവം ഒരു പേന പോലെയാണ്, നമുക്ക് ബാഗിലിട്ടിട്ടൊക്കെ ഈസി ആയിട്ട് നമുക്കത് ക്യാരി ചെയ്യാനും പറ്റും കേട്ടോ. ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഇതിപ്പോൾ ഞാൻ 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഇതെനിക്ക് വൃത്തിയായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 50 രൂപ വെച്ച് കളയാണെങ്കിൽ 1 വർഷത്തേക്ക് ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ ഒരാൾക്ക് മാത്രമല്ലല്ലോ, പലർക്കും ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ അനിയത്തി ചേച്ചിയും അമ്മമാരൊക്കെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ചോളൂ കേട്ടോ. അടിപൊളിയായിട്ടാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ.